ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം. അപ്പം ഞാനിന്നൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് ബഹുമാനപ്പെട്ട സന്ദീപ് ജി വാര്യരുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ എൻ്റെതൊരു ചെറിയൊരു ചാനലാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. വളരെ വ്യൂവേഴ്സ് ഒക്കെ കുറവുള്ള ഒരു കുഞ്ഞു ചാനലാണ്. പക്ഷെ ഒരു സാധാരണക്കാരൻ എന്ന നിലയിൽ നിന്നുകൊണ്ട് മിസ്റ്റർ സന്ദീപ് ജി വാര്യരോട് ഒരു രണ്ട് കാര്യം, താങ്കൾ ഈ വീഡിയോ കാണുമെങ്കിൽ തീർച്ചയായിട്ടും താങ്കളുടെ വിലപ്പെട്ട ഒരു അഭിപ്രായം അല്ലെങ്കിൽ ഒരു താങ്കളുടെ മറുപടി പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എൻ്റെ ഈ ചെറിയൊരു കുഞ്ഞു ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ കാര്യം, ഞാൻ ഈ വിഷയം ഇപ്പോൾ ഇവിടെ ഒരു വീഡിയോ ചെയ്യാനുണ്ടായ റീസൺ ഞാൻ അതാദ്യം പറയണമല്ലോ. അപ്പോൾ താങ്കൾ 2 ദിവസം മുമ്പ് നമ്മുടെ നാട്ടിൽ നിന്ന് 2 കുട്ടികൾ കാണാതെയായി. അതുമായിട്ട് ബന്ധപ്പെട്ട് താങ്കളുടെ ഫേസ്ബുക്കിൽ വളരെ വിശദമായ ഒരു 2 പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ താങ്കൾ ഇട്ട സമയത്ത് തന്നെ ഞാനത് ശ്രദ്ധിക്കുകയുണ്ടായി. ഞാനതിനു വേണ്ടി ഒരു അപ്ഡേറ്റിന് വേണ്ടി ഒരു ദിവസം കാത്തിരുന്നു. കാരണം താങ്കൾ എൻ്റെ ഒരു ഫർദർ അപ്ഡേറ്റ് വരുവാണെങ്കിൽ താങ്കൾ എടുത്ത ഇനിഷ്യേറ്റീവ് വളരെ മികച്ചതായിരുന്നു. പക്ഷേ താങ്കളുടെ ഭാഗത്തുനിന്ന് പിന്നെ അതിനെക്കുറിച്ചൊന്നും കണ്ടില്ല. കുറേ നാൾ കാത്തിരിക്കാനും സാധിക്കില്ല. കാരണം അത്രത്തോളം വളരെ സുപ്രധാനപരമായ ഒരു സാധനമാണ് താങ്കളുടെ ഫേസ്ബുക്കിൽ കുറിച്ചത്. കാരണം ഞാൻ താങ്കളിട്ട പോസ്റ്റ്, ഇനി കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് താങ്കളിട്ട പോസ്റ്റ് ഞാനിവിടെ ഒന്ന് വായിക്കാം. കുട്ടികൾ കാണാതായ സംഭവത്തിൽ മുംബൈയിലെ ബ്യൂട്ടി പാർലറിന്റെ റോൾ അന്വേഷണ വിധേയമാക്കണം. അവിടെ നിന്നും അറിഞ്ഞ കൃത്യമായ ചില വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇക്കാര്യം പറയുന്നത്. കസ്റ്റമറുടെ വീഡിയോ എടുത്ത് സൂക്ഷിച്ചു എന്നൊക്കെ പറയുന്നതിലുള്ള അവിശ്വസനീയത കൊണ്ടാണ് അന്വേഷിച്ചത്. കോവിഡിന് 1.5 വർഷം മുമ്പ് ഈ സ്ഥാപനത്തിനെതിരെ മുംബൈ പോലീസിന്റെ എന്തെങ്കിലും നടപടി വന്നിരുന്നോ എന്ന് അന്വേഷിക്കണം. എന്തുകൊണ്ടാണ് പേര് മാറ്റി ഈ സ്ഥാപനം വീണ്ടും പ്രവർത്തനം ആരംഭിക്കേണ്ടി വന്നത്? ഒരു ചോദ്യചിഹ്നമുണ്ട്. പാലാരിവട്ടംകാരനായ ഒരാളുടെ സലൂണാണിത്. അറിഞ്ഞ വിവരങ്ങൾ പോലീസിന് നൽകാൻ തയ്യാറാണ്. മാധ്യമങ്ങൾ ആരെയും അന്ധമായി വിശ്വസിക്കരുത്. ഒരല്പം അന്വേഷണമൊക്കെ മുംബൈയിലെ പ്രതിനിധികളെ വിട്ട് നടത്താവുന്നതാണ്. അപ്പോൾ ഈ ഒരു പോസ്റ്റിന്റെ ഉള്ളടക്കത്തിൽ നിന്ന് മനസ്സിലാവുന്നത്, ഈ കുട്ടികൾ പോയി എന്ന് പറയുന്ന പാർലറിന്റെ ഒരു ചോദ്യചിഹ്നത്തിൽ നിർത്തിയിട്ടുണ്ട്. അവരുടെ ആ ഒരു പ്രവർത്തന രീതിയിലുള്ള തെറ്റായ രീതികളാണെന്ന രീതിയിലാണ് പുള്ളിക്കാരൻ ഈ പോസ്റ്റിന്റെ ഉള്ളടക്കത്തിൽ പറയുന്നത്. ഒപ്പം ഉറങ്ങാതെ 24x ലൈവ് അവർ ചെയ്യുന്നുണ്ടായിരുന്നു ഈ നമ്മുടെ കേരളത്തിലുള്ള ഒട്ടുമിക്ക ചാനലുകളും. ഈ കുട്ടികളെ കിട്ടുന്നവരെ ലൈവ് പോയ ചാനലുകൾ നമ്മുടെ കേരളത്തിലുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ മുംബൈയിലെ പ്രതിനിധികളെ വിട്ട് അന്വേഷിക്കണമെന്നൊരു കാര്യം മിസ്റ്റർ സന്ദീപ് വാര്യർ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ എന്താ പറയുക, മുൻനിരയിൽ നിൽക്കുന്ന ദൃശ്യമാധ്യമങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും തരത്തിൽ അന്വേഷണ വിധേയമായിട്ട് കണ്ടെത്താൻ സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും പുള്ളി പറയുന്ന കാര്യം ഒന്ന് അന്വേഷിക്കണം. അതോടൊപ്പം രണ്ടാമത്തെ പോസ്റ്റ്, മുംബൈയിലെ പാർലർ ഉടമ പാലാരിവട്ടംകാരനായ ഒരു പ്രിൻസ് ആണെന്ന് വിവരം ലഭിച്ചു. ഏതാനും വർഷം മുമ്പ് ഈ സ്ഥാപനത്തിൽ, അന്നതിന് വേറെ പേരായിരുന്നു, മുംബൈ പോലീസ് റെയ്ഡ് നടത്തിയതായും നിരവധി മലയാളി കുട്ടികളെ അടക്കം അനാശാസ്യത്തിന് പിടികൂടിയതായും അന്ന് മനോരമയുടെ മുംബൈ എഡിഷനിൽ ഇത് വാർത്തയായി വരുന്നതായും ഈ പ്രദേശത്തുള്ള മലയാളികൾ അറിയിച്ചു. ഇക്കാര്യം സംബന്ധിച്ച് ഇന്ന് മാതൃഭൂമിയിൽ മാധു ചെറുതായി എന്ന് സൂചിപ്പിച്ചപ്പോൾ തന്നെ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന പാർലർ ഉടമയുടെ മുഖം വിറളി വെളുത്തതായി കാണാൻ സാധിച്ചു. കേരള പോലീസ് മുംബൈ പോലീസുമായി ബന്ധപ്പെട്ട് ഈ വിവരങ്ങൾ അന്വേഷിക്കണം. 1-2 വർഷം മുമ്പ് ഇവിടെ ഒരു മലയാളിയുടെ ദുരൂഹ മരണം നടന്നതായും മൃതദേഹം നാട്ടിൽ കൊണ്ടുവരാതെ അവിടെ തന്നെ അടക്കിയതായും മുംബൈ മലയാളികളിൽ നിന്നും വിവരം ലഭിച്ചിട്ടുണ്ട്. ഇതെല്ലാം അന്വേഷണ വിധേയമാക്കണം. നാളെ നമ്മുടെ ഒരു പെൺകുട്ടികൾക്കും ഈ അവസ്ഥ വന്നുകൂടാ. അതുകൊണ്ട് തന്നെ ശക്തമായ അന്വേഷണം ഇക്കാര്യത്തിൽ ആവശ്യമുണ്ട്. ഇവിടെ നിന്നും പെൺകുട്ടികൾ കൊണ്ടുപോയവന്റെ പങ്കും അന്വേഷിക്കപ്പെടണം. രക്ഷകർത്താക്കളെ കുറ്റം പറഞ്ഞ് ഈ വിഷയം വഴിതിരിച്ചുവിടാൻ പലരും ശ്രമിക്കുന്നുണ്ട്. അവരുടെ ഭാഗ്യം കൊണ്ടാണ് പൊന്നുമക്കൾക്ക് ഒരു പോറൽ പോലും ഏൽക്കാതെ തിരികെ ലഭിച്ചത്. ഈ വിഷയത്തിൽ പൂർണ്ണമായും രക്ഷകർത്താക്കൾക്കൊപ്പമാണ്. ആ പാവങ്ങളെ ഇതിൽ കുറ്റപ്പെടുത്തേണ്ടതില്ല. അപ്പൊ ഇതാണ് നമ്മുടെ ബഹുമാനപ്പെട്ട സന്ദീപ് ജി വാര്യരുടെ പോസ്റ്റ്. അപ്പം എൻ്റെ ഒരു സംശയം, നമ്മൾ സാധാരണക്കാരന് പോലും ഇന്ന് ഒരു പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് നമുക്ക് നമ്മുടെ പ്രശ്നം എന്താണ്, നമ്മുടെ പരാതി എന്താണ്, നമുക്ക് എന്താണ് ബോധിപ്പിക്കാനുള്ളത് എന്ന് നമുക്ക് പോലീസ് സമക്ഷം നമ്മുടെ പരാതിപ്പെടാം. അതിനുള്ള ഒരു സാഹചര്യം നമ്മുടെ കേരളത്തിൽ എന്തായാലും ഇന്ന് ഉണ്ട്. അപ്പോൾ ഒരു സാധാരണക്കാരനല്ല സന്ദീപ് ജി വാര്യർ. കേരളത്തിലെ ഒരു പ്രധാന രാഷ്ട്രീയ കക്ഷിയുടെ ഒരു പ്രമുഖനായ നേതാവാണ് മിസ്റ്റർ സന്ദീപ് ജി വാര്യർ. താങ്കൾക്ക് കിട്ടിയ വിവരങ്ങൾ എന്തുകൊണ്ട് ഒരു പൊതുസമക്ഷത്തിൽ വന്ന് ചോദ്യചിഹ്നങ്ങളാൽ ഉന്നയിക്കാതെ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതിയായി പോയില്ല? ഒരു രഹസ്യ സ്വഭാവമുള്ള ഒരു കേസാണിത്. കാരണം ഇതിൽ പോയിരിക്കുന്നത് എന്താ പറയുക, പ്രായപൂർത്തിയാവാത്ത 2 പെൺകുട്ടികളാണ്. നമ്മുടെ ദൃശ്യമാധ്യമങ്ങളിലും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയകളും പെൺകുട്ടികളെ കണ്ടെത്തുന്നതിലേക്ക് വേണ്ടിയിട്ട് അവരുടെ മുഖം വരെ പൊതുസമൂഹത്തിന് മുന്നിൽ വെളിവായ ഒരു കേസാണ്. ആ വിഷയത്തിന്മേൽ
എന്തിനാണ് ഇത്ര തിടുക്കപ്പെട്ടുകൊണ്ട് ഒരു ഫേസ്ബുക്കിൽ വന്ന് പൊതുസമൂഹത്തിൽ ഇത്തരം ഒരു വിഷയത്തെക്കുറിച്ച് താങ്കൾ പ്രതിപാദിച്ചത്? ഇതിന് താങ്കൾക്ക് മറ്റൊരു വഴി, ഒരു പോലീസ് സ്റ്റേഷനിൽ താങ്കളുടെ സംശയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് താങ്കൾക്ക് തന്നെ ഒരു കേസായിട്ടോ അല്ലെങ്കിൽ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് താങ്കൾക്ക് ലഭിച്ച വിവരങ്ങൾ പോലീസിനെ അറിയിക്കാനുള്ള ഒരു അവസരം മുന്നിൽ നിൽക്കുമ്പോൾ എന്തുകൊണ്ടാണ് താങ്കൾ ഇത്തരം ഒരു പോസ്റ്റായിട്ട് മുന്നോട്ട് വന്നത്? അതിനൊരു കൃത്യമായൊരു ഉത്തരം. അതോടൊപ്പം തന്നെ ഇതിൻ്റെ മുന്നോട്ടുള്ള നീക്കം എന്താണ് ഇതിൻ്റെ നെക്സ്റ്റ് അപ്ഡേറ്റ്? അതിന് സത്യം പറഞ്ഞാൽ ഞാൻ ഉൾപ്പെടുന്ന സാധാരണക്കാരായ കേരളത്തിലെ സമൂഹം കാത്തിരിക്കുന്നുണ്ട്. കാരണം നമ്മുടെ കുടുംബങ്ങളിലെ പെൺകുട്ടികളുടെ സുരക്ഷിതത്വം അവർക്ക് പേടിയുണ്ട്. ഇത്തരം വാർത്തകൾ കേൾക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു പൊതുവിടത്തിൽ പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയക്കാരനായ താങ്കൾ ഇങ്ങനെ വന്നൊരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ മലയാളികൾ ഭയക്കും. കാരണം പല പ്രശ്നങ്ങൾ കൊണ്ട് ഇന്ന് നമ്മുടെ നാട് ദുരിതത്തിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിലൊരു കാര്യം കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ വളരെ പാനിക്കാവും, നമ്മുടെ സാധാരണക്കാർ. അപ്പോൾ അതിന് നെക്സ്റ്റ് എന്താണ്, ഇതിന്റെ കാര്യങ്ങൾ സത്യമാണോ? താങ്കൾ പറഞ്ഞതിന്റെ നെക്സ്റ്റ് അപ്ഡേറ്റ് എന്താണ്? ഇത് നമുക്ക് ഇനിയിപ്പോൾ എന്തായാലും താങ്കൾ ഇത്രയും തെളിവുകൾ വിട്ട സ്ഥിതിക്ക് താങ്കൾക്ക് അറിയുന്ന മറ്റു കാര്യങ്ങളും കൂടി താങ്കളുടെ ഫേസ്ബുക്ക് വഴി തന്നെ പുറത്തു വിടുക, അല്ലെങ്കിൽ ഇതിന്റെ നെക്സ്റ്റ് അപ്ഡേറ്റ് എന്താണെന്ന് താങ്കൾ അറിയിക്കുക. എന്തായാലും ഇതിനൊരു റിപ്ലൈ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എന്തായാലും സന്ദീപ് ജി വാര്യരുടെ റിപ്ലൈക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.